മോൾ എന്നോട് വന്ന് പറഞ്ഞിരുന്നു. പലിശ നാളെ രാവിലെ തന്നെ ഞാൻ അങ്ങ് എത്തിച്ചോളാം. പണം റെഡിയായിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞു വിട്ടത്. ആണോ മോളെ? കുഞ്ഞുമോൻ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. ഇനി ഒരു വീഴ്ചയും വരാതെ ഞാൻ നോക്കിക്കോളാം. വേണ്ട തിരുമേനി. തിരുമേനിക്ക് വരുത്താനുള്ള വീഴ്ച തിരുമേനി വരുത്തി. ഇനി വീഴ്ച വരുത്താതെ നോക്കേണ്ടതേ ഞാനാ. തിരുമേനി ഒരു കാര്യം ചെയ്യേ, സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിക്കോ. എന്നിട്ട് വീട് പൂട്ടി താക്കോലിങ് തന്നേക്കേ. കുഞ്ഞുമോനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ അതെന്ത് ഇടപാടാ? കാശിന്റെ കാര്യമാകുമ്പോ 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിയെന്നൊക്കെ ഇരിക്കും. സന്ധ്യാനേരത്ത് കേറി വന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. എനിക്കങ്ങനെ വിശേഷിച്ച് നേരവും കാലവും ഒന്നും ഇല്ല. എന്റെ കണക്കിന് കാശ് തരുന്നവര് എന്റെ മിത്രം, കാശ് തരാത്തവര് ശത്രു. എന്താ കുഞ്ഞുമോനെ? തിരുമേനി നിങ്ങൾ ഇറങ്ങിക്കോ. അയ്യോ, അങ്ങനെ പറയരുത്. ഒന്നുമില്ലെങ്കിലും കുറച്ചു ദിവസത്തെ അവധിയെങ്കിലും. ദേ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞാ എന്റെ പിള്ളേരിങ്ങി വരും. അവർക്കാണെങ്കിലേ ഈ പരാതി പറച്ചിലും കരച്ചിലും ഒന്നും ഒരു പ്രശ്നവുമല്ല. എന്നാ പിന്നെ താൻ തന്റെ ഇഷ്ടം പോലെ ചെയ്യേ. ദേവാ, നീ പോയി പോലീസിനെ വിളിക്കേ. അമ്മയൊന്നും ഉണ്ടായിരിക്കും. തിരുമേനിക്ക് അത്യാവശ്യമാണെങ്കിലേ അവരെയൊക്കെ ഞാൻ തന്നെ വിളിച്ചു വരുത്താം. അവരൊക്കെ നമ്മുടെ കമ്പനിക്കാരല്ലേ. ഇന്നലെ രാത്രി ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചൊന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം, വിളിച്ചു വരുത്തിയ ഞാൻ പറയുന്നതേ അവര് കേൾക്കൂ. കുഞ്ഞുമോനെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. പ്രിയങ്ക, തനിക്ക് എന്നെ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എന്റെ അച്ഛനെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. വേണ്ട, സഹിക്കണ്ട. പക്ഷേ വരുൺ ഇപ്പൊ എന്റെ കൂടെ വരണം. എങ്ങോട്ട്? നമ്മൾ തമ്മിലുള്ള ഈ രഹസ്യ കച്ചവടം ഞാൻ എല്ലാവരോടും പറയാൻ പോവാ. അത് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുമ്പോ മതി. ഞാൻ പറയില്ല. ഇപ്പൊ അത് പറയാനുള്ള സമയമല്ല. നിങ്ങളുടെ സമയത്തിന് കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. വരുന്നോ ഇങ്ങോട്ട്? താൻ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? അതെ, എനിക്ക് ഭ്രാന്തായതുകൊണ്ടാണല്ലോ മനസ്സിൽ വേറൊരു പെണ്ണിനെ കൊണ്ട് നടന്നിട്ടും നിങ്ങളുടെ ഭാര്യയുടെ വേഷം കെട്ടി ഞാൻ ഇവിടെ ജീവിക്കുന്നത്. ഭ്രാന്തായതുകൊണ്ടാണോ നിങ്ങളോടൊപ്പം അമേരിക്കയിലേക്ക് വരാൻ ഞാൻ തയ്യാറായത്? എനിക്കിന്നെ നിങ്ങളുടെ ഭാര്യ പദവിയൊന്നും വേണ്ട. നിങ്ങൾ ആരെയാണോ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അത് ചെന്ന് നിങ്ങളുടെ വീട്ടുകാരോട് പറ. എന്നിട്ട് അവരെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. എനിക്ക് കണിമംഗലത്തെ മരുമകളും ആവണ്ട, ഭാര്യ ആവണ്ട.